ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജൂലൈ 21 ഒരു ട്യൂസ്ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. നോർമൽ ക്വയറ്റ് ഡേ ആവാനും താല്പര്യമില്ല. സ്പെഷ്യലായിട്ടും എൻ്റെ ഇന്ന് ഞാൻ ലീവാണ്, ഓഫ് എടുത്തിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദിസ് ഗേൾ. What are the plans of today, Abhin? എല്ലാം സർപ്രൈസ് ആണ്. സായിക്ക് ഞാൻ ഇന്നത്തെ ദിവസം ഒരു 1:30 വരെ ഞാൻ ടൈം തരാം. യു കെൻ ഡു വാട്ട് എവർ യു വാണ്ട്, വിൽ ബൈ യുവർ ബർത്ത്ഡേ ഡ്രസ് ഒക്കെ. പക്ഷെ 1:30ക്ക് ശേഷമുള്ള പ്ലാനിങ്സ് എല്ലാം എൻ്റെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസൈഡ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഈവൻ ഒരു വ്ളോഗ് എടുക്കുന്നത് പോലും ഞാൻ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. തലേ ദിവസം എൻ്റെ പ്ലാനിലുണ്ടാവും. ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സിക്യൂട്ടിങ് ഉണ്ടാവും. പക്ഷെ ഇതെനിക്ക് ഒറ്റ ഐഡിയ ഇല്ല. ക്ലൂലെസ് ആണ്. ഞാൻ എന്നോട് ബർത്ത്ഡേ ആയിട്ട് ഓഫ് എടുക്കാൻ പറഞ്ഞു, ട്രിവാൻഡ്രം വരാൻ പറഞ്ഞു. ഞാൻ വന്നു. ഇന്നലെ നൈറ്റ് തന്നെ എത്തി. അബിയുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഹസ്ബൻഡ്സ് ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക് യു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എക്സൈറ്റഡ് എന്നല്ല, അറിയില്ല, നമുക്ക് നോക്കാം. പോകെ കാണാം എന്തൊക്കെ സംഭവിക്കുന്നതനുസരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുക്കും. ഈ വ്ലോഗ് പുറത്ത് വരണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതിനുള്ള ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ആൻഡ് നമ്മൾ ഇന്ന് രാവിലെ റെഡി ആയിട്ട് ലുലുവിൽ വന്നു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ബിഗിൻസ് ഹിയർ. അപ്പൊ എന്താ പറഞ്ഞേ? പൊടി ദോശ, ഞാനൊരു റവ ദോശ. എന്നെക്കാളും എന്റെ ബർത്ത്ഡേക്ക് നല്ല എക്സൈറ്റഡ് ആണ് അബി. ഐ എം ഗ്രേറ്റ്ഫുൾ. കിട്ടിയോ? ബുക്ക് മേടിച്ചു. എന്താ കാര്യം? അഭി ഓൾറെഡി എനിക്ക് വേണ്ടി ഒരു ബുക്ക് മേടിച്ച് ബില്ല് ചെയ്തു. എന്നിട്ടാണ് വന്ന് ചോദിച്ചത് നീ വായിച്ചോ ഇതെന്ന്. കാര്യം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പാടായിരിക്കും. സർപ്രൈസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടുത്തടുത്ത പരിപാടികൾ എന്താ നോക്കാം. ഏതാ ഗിഫ്റ്റ്? ഓക്കെ, ഫൈൻഡ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റഡ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം നടന്നു. അൺറാപ്പിങ് ചെയ്യുന്ന കുറച്ചേരം പൊതിഞ്ഞിരിക്കട്ടെ അല്ലേ? അൺറാപ്പ് ചെയ്യല്ലേ? അൺറാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സീതാഫലിൽ വന്നിട്ടുണ്ട്. കുറച്ച് കുടിക്കാം, എന്തെങ്കിലും ജ്യൂസൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പിക്ക് അമ്മാസ് ഡയറി ഒരു റിവ്യൂ ഉള്ളോട്ട് മേടിച്ചതാണോ? സെലക്ട് ചെയ്തതാണോ? What if we dare to read the pages of our mother's forgotten stories? What might we do? അത് കൊള്ളാലോ. നമുക്കെന്താ നമ്മുടെ ഗിഫ്റ്റ്? ഇത് ഏത് ബുക്കാന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല. എന്നോട് അവള് റീസെന്റ് ഉള്ള ബുക്സ് ഒക്കെ വായിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. ഓക്കെ, മലയാളം ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഏതാണെങ്കിലും ഞാൻ വായിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇത് ഏതാണ് നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഞാൻ ഇരുണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ എന്താണെന്നറിയില്ല, ബർത്ത്ഡേ ഗ്ലോ ആക്ച്വലി എനിക്ക് വന്നില്ല. പക്ഷെ നല്ലൊരു ഡേ ആയിട്ടാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് എൻ്റെ സ്കിൻ ഡോക്ടർ പറയൂ. കുട്ടിക്ക് പൗഡർ ഇടാത്തതിന്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. എനിക്ക് എന്തൊക്കെ ഇട്ടാലും ലാസ്റ്റ് പൗഡർ ഇട്ടാലേ കേസ് പുറത്തിറങ്ങാനുള്ളൊരു അതെന്താണെന്നറിയില്ല. സ്കൂൾ കാലം തൊട്ടേ ഉള്ളതാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് റാപ്പ് ചെയ്ത് എടുപ്പിച്ചതാണ്. ഞാൻ ഇനി അത് എടുത്ത് കൊള്ളാക്കണ്ട. അപ്പോൾ എനിക്കൊരു ഗസ്സും ഇല്ല. കാര്യം ഞാനിപ്പോൾ ഭയങ്കര ബുക്ക് വായിക്കാൻ മടിയെത്തിയാണ് ശരിക്കും. പണ്ടത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും അപ്പം മേ ബി ബുക്കൊക്കെ മേടിച്ചത്. കാര്യം എനിക്ക് ഭയങ്കര ക്രൈസുള്ള സാധനമായിരുന്നു റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്കത് ഏത് ബുക്കായാലും ഞാനിത് ഫുൾ വായിച്ച് തീർത്തിരിക്കും. ഇനി ഇതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. നിങ്ങളെല്ലാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉൾപ്പെടെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാനിത് റിവ്യൂസ് ആയിട്ടാണെങ്കിലും
എല്ലായിടത്തും ഇപ്പം മറ്റേ മാതൃഭൂമിൻ്റെ ബുക്സ് മേളയ്ക്ക് ഒക്കെ പോയപ്പോഴും ഇഷ്ടംപോലെ സോൾഡ് ഔട്ട് ആയ ബുക്കാണെന്ന് കേട്ടു. എന്നിട്ട് പോലും അത് വായിക്കാനും നോക്കാനും പോകാത്ത കുട്ടിയാണ്. പക്ഷെ എനിക്ക് ഇതിലെന്താ ഉള്ളതെന്ന് എനിക്ക് അന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതായിരിക്കും ചിലപ്പോൾ ഇന്ന് ഈ ഇയറിലെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നത്. എൻ്റെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹാബിറ്റ് വായിക്കുക എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ക്യാമറ. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ എൻ്റെ ബർത്ത്ഡേ. ഒരു ഹാഫ് ഓഫ് ദ ഡേ ആയി. ഇനി അങ്ങോട്ട് എന്താണേലും ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തൊക്കെ നടന്നാലും ഞാൻ ഹാപ്പിയാണ്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ചൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മോർ ദാൻ 5 years ആവും. കാരണം ലാസ്റ്റ് കോളേജിൽ ഫൈനൽ ഇയറിൽ എന്തോ ആണ് നമ്മൾ ഒരുമിച്ച്, അതായത് നമ്മുടെ ഒരു ഗേൾസ് ഗ്യാങ് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോസ്റ്റലിൽ നല്ല ഓർമ്മയുണ്ടത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പല വഴിക്കായിട്ട് നമ്മളാരും ഒരുമിച്ചുണ്ടായിരുന്നില്ല. അഭി പുറത്തായിരുന്നു, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പോഴാണ് ഒരു സ്ഥലം സെറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ ബാക്കി എല്ലാവരും ഈ ഒരു അവസരത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാണാം. സീതാഫലിൽ ബെല്ലടിക്കാൻ തുടങ്ങി പുറത്ത് ഗിഫ്റ്റ്. പതിയെ പ്രോസസ് ചെയ്താൽ മതി. അതിനല്ലേ നമ്മൾ ഡ്രസ് വാങ്ങിച്ച്. നെറ്റ് പോയി കാണുന്നുണ്ട്. ഇറങ്ങിയിട്ട് കുറേ ഞാൻ എന്തിനും പറയണ ഹോട്ടല് ഇല്ല. മോളിൽ കയറുമ്പോൾ നെറ്റ് വരുന്നുണ്ടാവും. വൈഫൈ ആയിട്ട്. ഓക്കെ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Okay, കട്ടിയാൻ പോവാം. To you, happy birthday to you, happy birthday to tomorrow, happy birthday to you. Yes. എടാ നീ ഔട്ടായടാ. ഓക്കെ, എനിക്കൊരു കാര്യം റിവീൽ ചെയ്യാനുണ്ട്. എന്താ? ഓക്കെ, അക്ഷയന് തിരിച്ചു വെക്കേ. അക്ഷയ്, ഞാൻ അക്ഷയോടും സായിടും കൂടെ ഒരു കാര്യം റിവീൽ ചെയ്യാം. നീ കൈ പിടിച്ചാൽ മതി അക്ഷയനെ, അതാ കുറച്ചുകൂടെ കിട്ടാൻ എളുപ്പം. ഓക്കെ, ഈ പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് മാത്രമാണ് ചെയ്തത്. ഫുൾ മാസ്റ്റർ ബ്രെയിൻ അക്ഷയാണ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അക്ഷയുടെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഇന്നലെ ചെയ്യണമെന്നായിരുന്നു,
പക്ഷെ ഓഫൊക്കെ റെഡിയായി, ഇന്നാണ് സെറ്റായി. അപ്പൊ നമ്മള് ബർത്ത്ഡേയുടെ ആ ദിവസം അടിപൊളിയാക്കാന്നുള്ളൊരു തോട്ട്. കരച്ചില് വരുന്നുണ്ടോ? ഹാപ്പിനെസിന്റെ സന്തോഷം. അതെ, എന്റെ കണ്ണ് നിറയണ കണ്ടിട്ട്. കാണിക്ക, അക്ഷയനെ നോക്ക് നീ. എന്താ പറയാ, ആർക്കിപ്പോ ഓസ്കാർ കൊടുക്കണ്ടേ ഇവിടെ? എല്ലാം അറിയാം. നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞ തൊട്ടറിയാം. അത് നമ്മൾ പ്ലാൻ ചെയ്ത് നിന്നെ രണ്ടുപേർക്ക് സൗകര്യമുള്ള ഒരു ദിവസം സെറ്റ് ചെയ്ത്. ഹാപ്പി? ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത. എന്തോന്നു ഇപ്പൊ? എന്ത് തോന്നുന്നു? ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചേനെ, പക്ഷെ എന്റെ കയ്യിൽ ഫോൺ ഇരിക്കണു. സമയം കളയുന്നില്ല, നമുക്ക് കുറേ പരിപാടി ചെയ്യാനുണ്ട്. അതല്ലേ സർപ്രൈസ്, പ്രതീക്ഷിക്കാതെ വരുമ്പോ അല്ലേ. വെൽക്കം ടു മൈ റൂം ടൂർ ഓഫ് ഓപ്പൺ ഗൈസ്. ആക്ച്വലി ഞാൻ ഇപ്പോഴും പ്രോസസ്സ് ചെയ്ത് വന്നിട്ടില്ല. ഇതിന് മുന്നത്തെ ക്ലിപ്സ് എൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്, അബി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് പോസ്റ്റ് ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ശരിക്കും വണ്ടറടിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് ഗെറ്റ് ഓൺ ആവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ എവിടെയോ പോവും, സ്റ്റേ ചെയ്യും എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമാണ്. ആൻഡ് അബി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നറിയാം. ഈ ത്രൂ ഔട്ട് ദ ഡേ, ഇന്നലെ ഒരു നൈറ്റ് മുതൽ എൻ്റെ ഹസ്ബൻഡ്, നിങ്ങൾക്കറിയായിരിക്കും, അക്ഷയ് വിജയൻ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിന്നെ പോലെ തന്നെ എനിക്കും എക്സൈറ്റഡ് ആണ്. അബി എവിടെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്, എന്താ ഇന്നത്തെ പ്ലാൻ? അപ്പോൾ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് ത്രൂ ഔട്ട് കോളിലുണ്ടായിരുന്നു. അപ്പോൾ ഐ നെവർ തോട്ട് ഓഫ് നമ്മൾ വരുന്നത് ലുലുവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഓബൈ തമാരയിലേക്കാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഗൈസ്. കാര്യം ഞാൻ എപ്പോഴോ എൻ്റെ ഒരു വിഷ് പറഞ്ഞു പോകുമ്പോൾ, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ടൈം ഞാൻ പറയുന്നുണ്ട്, നമുക്ക് എപ്പോഴെങ്കിലും ട്രിവാൻഡ്രം വരുമ്പോൾ ഫ്രീ കിട്ടുകയാണെങ്കിൽ ഒരു ഡേ ഓബൈ തമാരയിൽ സ്റ്റേ ചെയ്യണം, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൂടണം. അതൊരു വിഷ് പോലെ ഞാൻ എപ്പോഴോ പറഞ്ഞ കാര്യമാണ്. പിന്നെ നമുക്ക് അങ്ങനെ കാണുന്നതൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ പറ്റിയിട്ടില്ല. പക്ഷെ അതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് അത് അബിയോട് സംസാരിച്ച് അക്ഷയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഞാൻ കുറേ അധികം നേരം ഇവിടെ ഇരുന്ന് ഇതൊന്ന് മനസ്സിലാക്കി എന്നിട്ടാണ് ഞാനിത് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതെന്നും എൻ്റെ ഒരു ഫേവറേറ്റ് മെമ്മറി കോറിൽ കിടക്കേണ്ട ഒരു വീഡിയോ ആണ്. സോ ഞാനിത് ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. ഏകദേശം ഇപ്പോൾ ജൂലൈ 21 2 മണിയായി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, കാര്യം വിശപ്പ് വന്നിട്ടില്ല. അബിക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? ആണോ? അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ കഴിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡേറ്റ് ഈ റൂമിലാണ്. ഓക്കെ, ഈ റൂമും പിന്നെ ഇതിന്റെ ഇനി എന്തൊക്കെ സർപ്രൈസ് ഉണ്ടെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. ഇനി അബിക്കും കണ്ണനും അറിയാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ അതൊക്കെ
എക്സ്പീരിയൻസ് ചെയ്യുവാണ്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. Come on, get in. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ വാഷിംഗ് ഉണ്ടല്ലേ. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്താ കബോർഡ് ഉണ്ട്, നമ്മുടെ ലഗേജ് എല്ലാം കീപ്പ് ചെയ്തു. പിന്നെ നമുക്കൊന്ന് റെഡി ആവാനും കാണാനൊക്കെ രസമുണ്ട് അല്ലേ, നല്ല ലോങ് വൈറ്റ്. നമ്മൾ ആക്ച്വലി ഇപ്പൊ 8th ഫ്ലോറിലാണ് നിൽക്കുന്നത്. സോ അതിന്റെ വിൻഡോ സൈഡ് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടാണ് തോന്നുന്നു ഇവർ ചൂസ് ചെയ്തതെന്ന് തോന്നുന്നു ഈ റൂം. നമ്മളിങ്ങനെ പോകുമ്പോ കാണുന്നത് നമ്മൾ ആ ലുലുവിലാണ് ഇത്രയും നേരം നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എപ്പോഴാ പോവേണ്ടേ. സമയമുണ്ട്, 1:30 ഇറങ്ങിയാലും മതി. കാരണം ഇവിടെ ഓൾറെഡി 2 മണിക്കാണ് ചെക്കിൻ. എന്നിട്ട് ഞാനിങ്ങനെ ഒരുപാട് ദൂരെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ അത് കറങ്ങി ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന്. കോയിൻസിഡൻസ് ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നൈറ്റ് വ്യൂ ആയിരിക്കും അടിപൊളി. ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നുന്നു. എന്നാലും ഇപ്പോഴും കൊള്ളാം, നല്ല വൈഡായിട്ട് അങ്ങറ്റം വരെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഉള്ളൂരില്ല, എന്നാലും അങ്ങറ്റം വരെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ കയറി വന്നപ്പോൾ ക്യൂട്ട് ബർത്ത്ഡേ സർപ്രൈസ്, അനദർ ബർത്ത്ഡേ സർപ്രൈസ്. ഓൾഡർ, വൈസർ, ഹോട്ടർ, ഹാപ്പി ബർത്ത്ഡേ. നല്ല കേക്കായിരുന്നു, നല്ല. ആൻഡ് ഇവിടുത്തെ സ്റ്റാഫ് പോലും ഈവൻ എന്നെ കണ്ടിട്ട് ഞാൻ വരുമ്പോഴേ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അബിയോടും ചോദിക്കുന്നുണ്ട്, കോളിൽ അക്ഷയോടും ചോദിക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ എന്നെ കണ്ട് ചിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാനിനി റെഡി ആയിട്ടൊന്നും അല്ല വന്നത്, റാൻഡമായിട്ടൊന്നും, അതിൻ്റെയാണോ ഇവരെന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും അക്ഷയ് എന്നോട് പറയുന്നുണ്ട് അത് സാരമില്ല, പുതിയ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ. പക്ഷെ അവർക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അവര് ഈ ബർത്ത്ഡേ സർപ്രൈസിന്റെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. വന്ന് വിഷ് ചെയ്തിട്ടൊക്കെ പോയി നമുക്ക് വേണ്ടതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. നമ്മൾ ചെറുതായിട്ട് നമുക്ക് വേണോ കിട്ടും എന്നിട്ട് കുറച്ച് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ തന്നെയാണ്, ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇന്നൊരു ഡേ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു റൂം. ആൻഡ് ഐ മിസ് യു ദ മോസ്റ്റ്. പിന്നെ എന്താ ഉള്ളത്, ഇത് നമ്മുടെ ലൈബ്രറി, ട്രിവാൻഡ്രത്തിന്റെ ഐക്കോണിക് പിക്ചറാണ്. പിന്നെ അതിന്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ആക്ച്വലി APM മ്യൂസിയം ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഇത് നമ്മുടെ ചാലയുണ്ട്, ഇത് നമ്മുടെ സ്വന്തം പത്മനാഭസ്വാമി ഉണ്ട്. അപ്പൊ ആക്ച്വലി പുറത്തുനിന്ന് വരുന്നവർക്ക് മീൻസ് ട്രിവാൻഡ്രത്തിന്റെ ഐക്കോണിക് സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അവര്. എനിക്ക് ഭയങ്കര, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വൈഡാണോ, എനിക്ക് അറിയില്ല, ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ലൈഫിലെ ദ വെരി ബെസ്റ്റ് ബർത്ത്ഡേ ആണിത്. മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നതൊന്നും അല്ല. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് ദ വെരി ബെസ്റ്റ് ഡേയിലാണ് എൻ്റെ ലൈഫിലെ. എനിക്ക് താങ്ക്ഫുൾ ഒന്നുമല്ല, കാരണം എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരാണ് ഇത് പ്ലാൻ ചെയ്തത്. അക്ഷയ്ക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയത് കൊണ്ടാണ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ഉണ്ടായേനെ. ഇനി ഇതുപോലെയുള്ള അടിപൊളി ബർത്ത്ഡേസും സർപ്രൈസസും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, അബി ഓൾറെഡി വിശന്നിട്ട് നിൽക്കാണ്, നമുക്ക് ലഞ്ചിന് പോവാൻ. വാഷ്റൂം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നമുക്ക് അടിപൊളി ഒരു ഇതാണ്ട നമുക്ക് ഇങ്ങനെ രാമച്ചൊക്കെ ഇട്ട് കുളിയൊക്കെ കുളിക്കാം. ഓക്കെ, തികച്ചു കുറച്ച് കുളിച്ചോ രണ്ടു പറഞ്ഞിരിക്കുന്നത്. ആ വ്യൂ നോക്കട്ടെ വരുന്നു. വേറൊരു സർപ്രൈസ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ ആദ്യം വരുമ്പോൾ ചോദിച്ചതിന്റെ ആവശ്യമുണ്ടോന്ന്, പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത്. നല്ലൊരു ആംബിയൻ ലൈറ്റൊക്കെ അല്ലേ, കൊള്ളാം. ഇനി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോകുന്നു.
ലഞ്ച് കഴിക്കുന്നു. ദെൻ ഫർദർ അഭി പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് എൻ്റെ കൂടെയുള്ള ആക്ച്വലി ഞാൻ അറിഞ്ഞു, ഇപ്പം എനിക്ക് കിട്ടി. അക്ഷയ്ക്ക് അറിയാം, അക്ഷയുടെ അമ്മയ്ക്ക് അറിയാം, അബിക്കറിയാം. വേറെ ആർക്കും ആക്ച്വലി സർപ്രൈസ് അറിയില്ല. അപ്പം ഇനി വേണം എനിക്ക് വീട്ടിലൊക്കെ വിളിച്ചിട്ട് കാണിച്ചെടുക്കാൻ. രാവിലെ ഓഫാണ്, എങ്ങോട്ട് പോയി എന്നറിയാം, അല്ലാതെ ഏത് സ്ഥലമാണ് എന്താ പ്ലാൻ എന്നൊന്നും അറിയില്ല. ആൻഡ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ബൈ. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truth as they flow down, and their songs entwine with the trees that stand. അങ്ങനെ ബർത്ത്ഡേ പോയി ഡിന്നർ ടൈം എത്തിയിരിക്കുകയാണ്. എഗെയിൻ ലുലു ആണല്ലോ നമുക്ക് നിയറസ്റ്റ്. അപ്പോൾ ലുലുവിൽ തന്നെ വന്നു ഡിന്നറിന്. ഫ്ലമിംഗോയിലാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഡിഷൊക്കെ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഡിഷസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ ലുലു തിങ്സ്. അപ്പോൾ ഇപ്പം 10 മണി, ഒരു 2 മണിക്കൂറൂടെ കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ദിനം. പക്ഷെ എൻ്റെ ലൈഫിലെ ദ വെരി ബെസ്റ്റ് ബർത്ത്ഡേ തന്നെ. ആക്ച്വലി കഴിഞ്ഞ ഇയറിൽ എനിക്കിങ്ങനെ തന്നെ പറയണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വ്ളോഗൊന്നും ഇടുന്ന ടൈമല്ല. അതുകൊണ്ട് എനിക്കത് അങ്ങനെയൊന്നും ഒരു ഔട്ട് ഉണ്ടായിരുന്നില്ല. ഷോർട്സിലൊക്കെ പോയി. പക്ഷെ ഇതെനിക്ക് കോർ മെമ്മറി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ബർത്ത്ഡേ ഇതെനിക്കായിരുന്നു. ബർത്ത്ഡേ ഡേ ആയിരുന്നു. എന്താ പറയാ, എനിക്ക് നല്ല ഹാപ്പിയായി. എന്താ പറയാ, ഇട്ട എഫേർട്ടില് അവളതില് ഹാപ്പി ആയല്ലോ. അവള് സർപ്രൈസ്ഡ് ആയി, അവള് ഹാപ്പി ആയി. അതിൽ തന്നെ ഭയങ്കര സന്തോഷം. എന്താ പറയാ, ഞാൻ വളരെ ഇതായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ പ്ലാൻ ചെയ്തതിലൊന്നും പാളിപ്പോയില്ല. പറ്റാവുന്ന അത്രയും നേരം സസ്പെൻസ് വെച്ച് അത് ലാസ്റ്റ് കറക്റ്റ് നല്ല രീതിയിൽ അത് അതിന്റെ ഔട്ട്കം വന്നപ്പോൾ അതിന്റെ ഹാപ്പിനെസ്. പിന്നെ എന്താണ്, വളരെ ക്ലോസ് ആണ് സായി എനിക്ക്. സോ ഐ ഡോണ്ട് മൈൻഡ് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നില്ല ഞാൻ. എന്താ പറയാ, I'm happy to do that for her anytime, anywhere. So yeah, അതാണ്. സോ എന്താ, അടുത്ത ബർത്ത്ഡേ എല്ലാ ബർത്ത്ഡേസും ഇതുപോലെ തന്നെ സ്പെഷ്യൽ ആയിരിക്കട്ടെ. ആൻഡ് സായിക്ക് ലൈഫിൽ എന്താഗ്രഹിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കിട്ടട്ടെ എന്നാണ് എൻ്റെ വിഷ് ബർത്ത്ഡേക്ക്. എനിക്കിങ്ങനെ ഞാൻ എൻ്റെ സറൗണ്ടഡ് ബൈ ഇത്രയും ഹാപ്പി ആയിട്ട് വെക്കുന്ന
നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിൽ ഞാൻ എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്നും. അതേപോലെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടിയത് ഞാൻ ഹാപ്പിയാണ്. എല്ലാം നല്ലതുപോലെ ഇനി പോവട്ടെ, ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ നിൽക്കട്ടെ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിഷയം. സോ എനിവേ ബർത്ത്ഡേ ഈസ് ഗോയിങ് ടു ബി എൻഡ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് തിരിച്ച് റൂമിൽ തന്നെ പോകും. അപ്പോൾ അതൊക്കെ തന്നെ. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune, caught in the rhythm, the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. എനിക്ക് എന്നും എൻ്റെ ലൈഫിൽ എനിക്ക് മെമ്മറി കോളിലുള്ള ഒരു ഡേ ആയിരിക്കും. ആൻഡ് എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. സെലിബ്രേഷൻ ഓഫ് ദി മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോകണം, ബാക്ക് ടു ഡ്യൂട്ടി. അഭിരാമി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഞങ്ങളും ഈ ഓബൈത്തമാരനോടും മോളിനോടും ഒക്കെ ബൈ പറയാം തൽക്കാലത്തേക്ക്. അടുത്തൊരു പരിപാടി പിടിച്ച് ചേട്ടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചില്ല് ചെയ്യാനൊക്കെ പറ്റട്ടെ. നമ്മളെ ബാക്കി ടീംസൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വരാൻ പറ്റട്ടെ. അപ്പോൾ until then, take care, bye.